കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലും ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് നല്ലൊരു ചിക്കൻ അൽഫാം ഉണ്ടാക്കാം. ആദ്യം തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ചിക്കൻ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഐറ്റംസൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, സവോളയുണ്ട്, പിന്നെ ഒരു തക്കാളിയുണ്ട്, പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇത്രയൊന്ന് ആദ്യം അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അളവുകളൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. ആദ്യം ഇത്രയും അരച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പൊടികളിട്ട് കൊടുക്കാവേ. ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ അൽഫാമിൻ്റെ പൊടിയില്ലേ അതോ അല്ലെങ്കിൽ നമ്മുടെ മന്തിയൊക്കെ വെക്കുന്ന പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ നാരങ്ങ ഒരെണ്ണം ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കഴുകി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 കോഴി എടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു കോഴി 4 പീസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. മസാല തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിനി ഇത് എയർ ഫ്രയറിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ എണ്ണ വേണ്ടല്ലോ. അപ്പോൾ എയർ ഫ്രയറിൽ എണ്ണ തൂത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ചിക്കൻ്റെ ഇതിൽ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 30 മിനിറ്റാണ് ഈ ഒരു ചിക്കൻ വേകാൻ വേണ്ടി സമയമെടുത്തത്. 15 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൊത്തം ഒരു 30-35 മിനിറ്റ് എടുത്ത് കേട്ടോ ഈ ചിക്കൻ വേകാൻ വേണ്ടിയിട്ട്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മുരിയിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ.